രാജ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ അതിന്റെ ഒരു കൺസെപ്റ്റുകളെ ഇല്ലാതെയാക്കാൻ കാരണമാകുന്ന യുദ്ധങ്ങളെല്ലാം നടക്കുന്നത് സംസ്കാരത്തിന്റെ മണ്ഡലത്തിലാണ് എന്നുള്ളതാണ്. കാലം മാറുകയാണ്. മാറ്റത്തിന് പോലും ഒരു പിടിയും തരാത്ത രീതിയിൽ ഗൗരവതരമായ ഒരു നിര ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ബാധ്യതയുമായിട്ടാണ് നാം ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. നിർമ്മിത ബുദ്ധി സാർവത്രികമായ ഈ കാലത്ത് നമ്മുടെ ചിന്താശേഷിയെ പോലും നിഷ്ക്രിയമാക്കുന്ന തലത്തിലേക്ക് നാം നയിക്കപ്പെടുന്നുണ്ടോ? നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾ പോലും വളരെ ലാഘവത്തോടെ ഇങ്ങനെ തൊട്ട് തെരഞ്ഞെടുക്കാൻ നാം ശീലിച്ചു. നമ്മുടെ യുവാക്കൾ, പുതുതലമുറ എങ്ങനെ ചിന്തിക്കുന്നു, അഥവാ അവരുടെ മുന്നിൽ വരുന്ന വിഷയങ്ങളെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈനംദിന കാഴ്ചകൾ ഒരു വ്യക്തിയെ, ഒരു സംഭവത്തെ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ, ചരിത്രത്തെ, അങ്ങനെ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ രൂപപ്പെടുത്തുന്ന പ്രതിബിംബങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? നാം ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഒരു ബോധതലത്തിലേക്കാണ് ചിന്തകനും പ്രഭാഷകനും പൊതുപ്രവർത്തകനുമായിട്ടുള്ള കെ ജയദേവൻ നമ്മെ കൊണ്ടുപോകുന്നത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു കാലത്തിന്റെ പ്രത്യേകത, നമ്മളെല്ലാ സന്ദർഭങ്ങളിലും പ്രസംഗിക്കുന്ന ആൾക്കാർ സാധാരണ പറയാറുണ്ട് നമ്മുടെ ഈ ഒരു കാലം വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാലമാണ് എന്ന് പറയും. 5 കൊല്ലം മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോ തവണ പറയുമ്പോഴും അത് ശരിയാണ്. 10 കൊല്ലം മുമ്പേ അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പേ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അത് വളരെ റെലവന്റ് ആണ്, പ്രസക്തമാണ്. നമ്മൾ പെട്ടെന്നൊരു നിഗമനത്തിൽ എത്തരുത്. നമ്മളെല്ലാം വളരെ നാടിന്റെ ഭാവിയെ പറ്റി ജാഗ്രതയുള്ള ആൾക്കാരും, ഈ പിള്ളേരൊന്നും അതൊന്നും ഇല്ലാണ്ട് ഏത് സമയത്തും ഇങ്ങനെ മൊബൈലിലൊക്കെ തോണ്ടിപ്പിടിച്ചിരിക്കുന്ന ആളുകളുമാണ്. ഇവരൊന്നും ഒരു കഥയില്ലാത്ത ആൾക്കാരാണ്, ഒരു രാഷ്ട്രീയ ബോധവും ഒരു സാമൂഹ്യ ബോധവും ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് എന്ന ഒരു പെട്ടെന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താൻ പാടില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാനത് എത്താൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു കാരണം, ഞാൻ പല സ്ഥലത്തും പറയാറുള്ള ഒരു കാര്യമാണ്. എനിക്ക് 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുണ്ട്. ഞാൻ അവളോട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മകൾ എന്ന് പറഞ്ഞിട്ട് ഒരു മകളൊന്നുമില്ലല്ലോ. അവളൊരു ടെലസ്കോപ്പ് പോലെ ഇങ്ങനെ നമ്മള് പുതിയ ലോകത്തേക്ക് നോക്കാനുള്ള ഒരു ഉപകരണമായിട്ട് ഞാൻ സാധാരണ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പൊ കഴിഞ്ഞ ഒരു ദിവസം, ഇപ്പൊ MP മരിച്ച ഒരു സന്ദർഭത്തിൽ കൂടിയാണല്ലോ നമ്മൾ ഈ യോഗം ചേരുന്നത്. ഒരു ദിവസം അവളുടെ സ്കൂളിൽ ഞാനൊരു ടീച്ചറുടെ നിർബന്ധം സഹിക്കാണ്ട് ഒരു സംസാരത്തിന് പോയി. അപ്പൊ ഞാനവിടെ ചെന്നിങ്ങനെ ഈ കാഴ്ചയെ പറ്റി, വായനയെ പറ്റി, ഭാവനയെ പറ്റി ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഉദാഹരണങ്ങളാണല്ലോ പറയാ. അത് പറയുമ്പോൾ നമ്മുടെ പ്രായം, നമ്മുടെ ഐഡിയോളജി, ഇങ്ങനെ പലതും നമ്മുടെ ഉദാഹരണങ്ങളെ, നമ്മുടെ എന്താ പറയാ, എല്ലാത്തിനെയും ബാധിക്കും, വാക്കുകളെയൊക്കെ ബാധിക്കും. അപ്പൊ ഞാന് പഴശ്ശിരാജ സിനിമയുടെ ഒരു ഉദാഹരണം പറഞ്ഞു, കാഴ്ചയെ പറ്റി പറയുകയായിരുന്നു. യഥാർത്ഥത്തിൽ എനിക്കാണ് തെറ്റിപ്പോയത്. ഞാൻ നിങ്ങളോട് അത് പറഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കും. ഇപ്പൊ പുസ്തകങ്ങളെയൊക്കെ പറ്റി പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, പഴശ്ശിരാജ എന്ന് ഞാനിവിടെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിത്രം വന്നിട്ടുണ്ടാവും. 40-ന് മുകളിലുള്ളവരാണെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ പറയുന്നത്. ആ ചിത്രം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. നിങ്ങളുടെ മനസ്സിലുള്ള പഴശ്ശിരാജയ്ക്ക് മമ്മൂട്ടിയുടെ ഛായ ഇല്ലേ? ഇല്ലേ ടീച്ചർ? നല്ല വെളുത്ത് തുടുത്ത് സോക്കാൾഡ് ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കും. നമ്മുടെയൊക്കെ ഒരു തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് പഴശ്ശിരാജ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പഴശ്ശിരാജാവിന്റെ ചിത്രം അല്ലെങ്കിൽ ഛായ മമ്മൂട്ടിയുടേതാണ്. പണ്ട് കുഞ്ചൻ നമ്പ്യാരെ പറ്റിയിട്ട് ഒരു സിനിമ എടുക്കാൻ ഷാജി എൻ കരുൺ ആലോചിക്കുകയുണ്ടായി. കുറെ വർക്കൊക്കെ അദ്ദേഹം നടത്തി. അപ്പൊ അതില് കുഞ്ചൻ നമ്പ്യാരായിട്ട് ആലോചിച്ചത് മോഹൻലാലിനെയായിരുന്നു. അപ്പോ നമ്മുടെ എഴുത്തുകാരൻ VK പറയണ്ടായി, ഷാജി ദയവ് ചെയ്തിട്ട് ഈ സിനിമ എടുക്കരുത്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ സിനിമ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ പിന്നീട് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ വലത്തോട്ട് ചെരിഞ്ഞു നടക്കുന്ന ഒരു തടിയനാണ് എന്ന് കരുതും. ഇത് കാഴ്ചയുടെ ഒരു പ്രശ്നമാണ്. കാഴ്ച കണ്ടതിന്റെ അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോവില്ല. നിങ്ങൾ അവിടെ നിന്ന് ഇരിക്കുമ്പോൾ ഈ കർട്ടൻ കാണുന്നുണ്ട്. ഈ കർട്ടന്റെ അവിടെ നിങ്ങളുടെ കാഴ്ച നിൽക്കും. അതൊരു കുറ്റമല്ല, അതൊരു കുറവുമല്ല, അതൊരു സ്വഭാവമാണ്. അത്രേ അതിന് പറ്റുള്ളൂ.
പക്ഷെ നിങ്ങളുടെ കാഴ്ച ഈ കർട്ടന്റെ അവിടെ നിൽക്കുമെന്നുള്ളത് കൊണ്ട് കർട്ടന്റെ പിറകിൽ ഒരു ജീവിതം ഇല്ല എന്നർത്ഥമില്ല, അവിടെ ഒരു കാഴ്ച ഇല്ല എന്നർത്ഥമില്ല, അവിടെ ഒരു അനുഭവം ഇല്ല എന്നർത്ഥമില്ല, നമ്മൾ കാണുന്നില്ല എന്നുള്ളത് മാത്രമേ അർത്ഥമുള്ളൂ. ഇങ്ങനൊരു പ്രശ്നം കാഴ്ചക്കുണ്ട്. നമ്മുടെ ഇന്നത്തെ ഒരു ലോകം കാഴ്ചയിലെ ആളുകളെ ഇങ്ങനെ തളച്ചിട്ടിരിക്കുകയാണ്. കാഴ്ചയുടെ ഒരു ലൈബ്രറിയുടെ മുറ്റത്തൊക്കെയാണല്ലോ, അതുകൊണ്ട് കാഴ്ചയുടെ ഒരു പോയ്മ എന്ന് പറയാം. അതിന്റെ ഒരു ആധിപത്യത്തിന്റെ കാലത്താണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് കൊണ്ടും അതിന്റെ ഒരു പരിമിതി കാഴ്ചയുടെ അപ്പുറത്തുള്ള അനുഭവങ്ങളെ, ലോകങ്ങളെ, ജീവിതങ്ങളെ എത്തിപ്പിടിക്കാൻ, മനസ്സിലാക്കാൻ നമ്മെ അത് സഹായിക്കുകയില്ല എന്നതുമാണ്. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് വായനയുടെ ഒരു പ്രാധാന്യം. ഇപ്പൊ നോക്കൂ നിങ്ങൾ, കുഞ്ചൻ നമ്പ്യാർ, ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ ആ സ്ഥാപനത്തിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ഇപ്പൊ കുഞ്ചൻ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു 100 ആളുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ 100 കുഞ്ചനായിരിക്കും ഉണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുകയാണ്, അല്ലെ? ചിലർക്ക് കുടുമയുള്ള കുഞ്ചൻ നമ്പ്യാരായിരിക്കും, ചിലർക്ക് താടിയുള്ള കുഞ്ചൻ നമ്പ്യാരായിരിക്കും, ചിലർക്ക് മുടി നീട്ടിയതായിരിക്കും, ചിലർക്ക് കുറച്ച് തടിച്ചയാളായിരിക്കും. പക്ഷെ ഒരു സിനിമയിലൂടെ, ഒരു കാഴ്ചയിലൂടെ കുഞ്ചൻ നമ്പ്യാർ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ എല്ലാ സാധ്യതയും അടയാൻ ഭാവനയുടെ ഒരുപാട് ജനലുകളെ അടച്ചു കളയുന്നു എന്നുള്ളതാണ് കാഴ്ചയുടെ ഒരു പ്രശ്നം. അപ്പൊ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പിള്ളേരോട് കുഞ്ചൻ നമ്പ്യാരെ പറ്റി പഴശ്ശിരാജ സിനിമയെ പറ്റി പറയുമ്പോൾ പിള്ളേർക്ക് ഒരു ഇളക്കം തട്ടുന്നില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പിള്ളേർ പഴശ്ശിരാജ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ പഴശ്ശിരാജ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇവര് വളരെ പുച്ഛത്തില് ഇങ്ങനെ കാണിച്ചു. ഈ 10-100 ആള് കോറസ് ആയിട്ട് 2 ചുമലും ഇങ്ങനെ ഉയർത്തിയിട്ട് എന്തൊരു ശബ്ദം ഉണ്ടാക്കി. എനിക്ക് മനസ്സിലായി ഇവർ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ ആ ഉദാഹരണം അവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഈ പിള്ളേർ എന്തോ ഒരു വലിയ ക്രൈമാണ് ചെയ്തത് എന്ന മട്ടിൽ തിരിച്ചു വീട്ടിൽ വന്നിട്ട് എന്റെ മക്കളോട് പറഞ്ഞത്, എന്റെ പിള്ളേരല്ലേ, എന്ത് പിള്ളേര്, പഴശ്ശിരാജ സിനിമ പോലും കണ്ടിട്ടില്ല. അപ്പൊ ഇവൾ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ അച്ഛൻ എന്തൊരു വിദ്യാസുരനാണ് എന്ന മട്ടിൽ അവള് പറഞ്ഞു ഞാനും കണ്ടിട്ടില്ല എന്ന്. അവളും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ നീ പഴശ്ശിരാജ സിനിമ കണ്ടിട്ടില്ല? ഞാൻ പഴശ്ശിരാജ സിനിമ കണ്ടിട്ടില്ല. അവള് പറഞ്ഞു ഞാൻ ഈ മമ്മൂട്ടിയുടെ ഒരു സിനിമയും കണ്ടിട്ടില്ല. നമ്മളിപ്പോ അടുത്ത് ഈ ടർബോനോ ഇതിനൊക്കെ ഞങ്ങൾ ഒറ്റപ്പാലത്ത് ഒന്നിച്ച് പോയി കണ്ട ഏതോ 3-4 സിനിമ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നമ്മളെല്ലാം ഇങ്ങനെ വലിയ ആഘോഷപൂർവ്വം പറയുന്ന മമ്മൂട്ടിയുടെ, മോഹൻലാലിന്റെ ഒരു സിനിമയും അവർ കണ്ടിട്ടില്ല. അപ്പൊ എന്നെ ഞെട്ടിച്ചോണ്ട് അവള് വേറൊരു കാര്യം പറഞ്ഞു, ഞാൻ യേശുദാസിന്റെ പാട്ട് കേട്ടിട്ടില്ല എന്ന്. യേശുദാസിന്റെ പാട്ട് കേട്ടിട്ടില്ല എന്ന് വെച്ചാൽ എപ്പോഴേലും കേൾക്കുമ്പോ ഈ ചെവിയിൽ വിരലൊന്നും ഇട്ടിരുന്നിട്ടില്ല, ആ മട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലാതെ കേട്ടിട്ടില്ല, കേൾക്കണച്ചിട്ട് കേട്ടിട്ടില്ല. ചിത്രയുടെ പാട്ട് കേട്ടിട്ടില്ല. എസ് ജാനകി, സുശീലെന്നും ജയചന്ദ്രനെന്നും ഒക്കെ അറിയുന്നില്ല, ആരും അറിയില്ല. കഴിഞ്ഞ ദിവസം അവൾ എന്നോട് പറഞ്ഞു, അവളുടെ ക്ലാസ്സില് 60-65 പിള്ളേരാണുള്ളത്, അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളൊക്കെ എന്നാ പറയുന്നത്. അവളുടെ ക്ലാസ്സില് MT വാസുദേവൻ നായരുടെ ഒരു കഥയോ നോവലോ എന്തെങ്കിലും വായിച്ച ഒരേ ഒരാൾ അവളാണെന്ന് പറഞ്ഞു. അവള് വലിയ വായിച്ചിട്ടൊന്നുമില്ല, എങ്ങാണ്ട് ഏതൊരു പുസ്തകം വായിച്ചിട്ടേ ഉള്ളൂ, അല്ലാണ്ട് MT ആകെ വായിച്ചിട്ടൊന്നുമില്ല. അതെങ്കിൽ അത് വേറൊരു കുട്ടിയും വായിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ഇങ്ങനെ ഒന്ന് ആലോചിക്കായിരുന്നു, ഈ കഴിഞ്ഞ 2 ദിവസം നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ, പേരക്കുട്ടികൾ ഈ വാർത്തകളും അതിലെ വിശകലനങ്ങളും അതും ഇതും ഒക്കെ ആയിട്ട് ഇങ്ങനെ മലയാളത്തിന്റെ മഹാപുണ്യം അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെന്താണ് കരുതിയിട്ടുണ്ടാവുക? എന്തായിരിക്കും? നിങ്ങൾ എപ്പോഴും അവരോട് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളിത് TV-യിൽ നോക്കിയിട്ടുണ്ട്, ഫേസ്ബുക്കിൽ നോക്കിയിട്ടുണ്ട്, ഇന്നത്തെ ഈ എന്താ പറയാ ഒരു പത്രത്തിൽ എല്ലാം വായിച്ചിട്ടും കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ടാവും. എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളോട്, പേരക്കുട്ടികളോട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇന്ന് പോയി ചോദിക്കണം കേട്ടോ. അവര് പറയുന്നുണ്ടാവുക, ഞാൻ വിചാരിക്കുക അവര് ഒരുപക്ഷെ കരുതുന്നുണ്ടാവുക നിങ്ങൾ ഏത് മലയാളത്തെ പറ്റിയാണ് പറയുന്നത്. ചിത്രയുടെ പാട്ട് കേട്ടിട്ടേ ഇല്ലാത്ത ഒരു കുട്ടിയോട്, അല്ലെങ്കിൽ ഒരു കൂട്ടം കുട്ടികളോട്, ചെറുപ്പക്കാരോട് നിങ്ങൾ മലയാളത്തിന്റെ വാനമ്പാടിയാണ് ഈ ചിത്ര എന്ന് പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഉന്നയിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഏത് മലയാളത്തെ പറ്റിയാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന്. അതുകൊണ്ടാട്ടോ കുട്ടികൾ ഇവിടെ വരാത്തത്. നമ്മൾ ഇജാതിയൊക്കെ ചോദിച്ചു കളയുന്നവർക്കറിയാം. അവരുടേതല്ലാത്തൊരു ലോകത്ത് നിന്നുകൊണ്ട് നമ്മൾ എന്തോ വലിയ സംഭവങ്ങളാണ് എന്നും നിങ്ങൾ അത്ര വേണ്ടത്ര ശരിയല്ല എന്നുമുള്ള മട്ടില് ഈ പ്രായം ചെന്ന വൃദ്ധര് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന ബോധ്യമുള്ളത് കൊണ്ട് കൂടിയാണ് 25 വയസ്സും 20 വയസ്സും പ്രായമുള്ള മക്കൾ ഇതിന്റെ മുമ്പിൽ വന്നിരിക്കാത്തത് എന്നൊരു ധാരണ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ. അതുകൊണ്ട് അവർക്കൊരു ധാരണയില്ല എന്ന് അർത്ഥമുണ്ടോ? അപ്പൊ ഞാൻ വീണ്ടും അവരോട് ചോദിച്ചു, നീ ശരി ഓക്കെ, നീ യേശുദാസിന്റെ പാട്ടൊന്നും അങ്ങനെ കേൾക്കലില്ല, ചിത്രയുടെ പാട്ട് കേൾക്കലില്ല, ജയചന്ദ്രന്റെ പാട്ട് കേൾക്കലില്ല, നീ പിന്നെ ആരുടെ പാട്ടാണ് കേൾക്കല്? അപ്പൊ ഇവളെന്നോട്, ഇത് ഞാൻ വീണ്ടും പറയാട്ടോ, ഇത് എന്റെ മകള് എന്ന് പറഞ്ഞിട്ടൊരു മകളൊന്നുമില്ലേ, ഞാൻ നിങ്ങളുടെ എല്ലാം മക്കളെ പറ്റി, പേരക്കുട്ടികളെ പറ്റി, നമ്മുടെ മക്കളെ പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്റെ മകളെ പറ്റിയൊന്നുമല്ല. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, ഡെപ്സി, വേടൻ, ഇങ്ങനൊരു 4-5 പേര്. ഞാൻ വരണ്ടുപോയി, സത്യം പറയാം, ഞാൻ വരണ്ടുപോയി.
കാരണം ഞാൻ ഇവരൊന്നും കേട്ടിട്ടില്ല. നമ്മളുടെ വിചാരം സലീം കുമാർ പറഞ്ഞതിന്റെ ഭയങ്കര പണ്ഡിതനാണ് എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഇഷ്ടിയൊക്കെ വെച്ച് നടക്കുകയാണ്. അപ്പോഴാണ് ഈ പെണ്ണ് പറയുന്നത്, അവള് പറയുന്ന ഒരു പേരും എനിക്കറിയുന്നില്ല, എനിക്കറിയില്ല എന്ന് നോക്ക് മനസ്സിലായിട്ടുണ്ട്. പണ്ടേ അറിയാം, അത്ര വലിയ കാര്യമായിട്ടൊന്നും പുതിയ ലോകത്തെ പറ്റി പിടിയില്ല നോക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അവള് എന്റെ പരിഭ്രമത്തെ ഒന്ന് ആസ്വദിച്ചുകൊണ്ട് അവള് യൂട്യൂബിൽ നിന്ന് ഈ ഡബ്സി എന്ന് പറയുന്ന, കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഡബ്സിയെ? കാന്ത ടീച്ചറെ കേട്ടിട്ടുണ്ടോ? അത് കേൾക്കണം കേട്ടോ. ഇതൊന്നും കേൾക്കാതെ നിങ്ങൾക്ക് ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും നടത്താൻ കഴിയില്ലേ? ഒരു സംശയം വിചാരിക്കണ്ട, ഒരു സംശയം വിചാരിക്കണ്ട കേട്ടോ. ലോകം അമ്മട്ടിൽ മാറിക്കൊണ്ടിരിക്കാൻ. അപ്പൊ ഇവള് ഡെപ്സിയുടെ പാട്ടെടുത്തു, വേടന്റെ പാട്ടെടുത്തു. നോക്കുമ്പോ വേടന്റെ ഒരു പാട്ട് 2 ദിവസം കൊണ്ട് 2 മില്യൺ 3 മില്യൺ ആൾക്കാരാ കണ്ടിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ ഇവളൊന്ന് പ്ലേ ചെയ്തു. നമുക്കറിയാം ഇത് അച്ഛൻ ഇത് കേട്ടിട്ടില്ല. അച്ഛൻ വലിയ പുരോഗമനവാദിയാണ്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന എന്നുള്ള ലൈനിൽ നിന്ന് വിട്ടിട്ടില്ല. മകൾക്ക് അത്ര പുരോഗമനം ഇല്ല എന്നുള്ള പരാതി വേണ്ടതിലധികം ഉണ്ടല്ലേ. അപ്പോഴാണ് ഈ പെണ്ണ് ഈ പാട്ടെടുത്തത്. പാട്ടെന്താണെന്നറിയോ? കറുത്തവൻ എന്താ ചന്തല്ലേ, കറുത്തവൻ വന്നാൽ എന്താ പ്രശ്നം? ഞാൻ സത്യത്തിൽ വരണ്ടു പോയി. അവരെ നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. അവരെന്തോ തോണ്ടിയും പിടിച്ചിരിക്കുക, അത് വേറൊരു കാര്യമാണ്. അതിനെപ്പറ്റി ഞാൻ സമയം ഉണ്ടാച്ചാൽ പറയാം, അതൊരു കാര്യമാണ്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ എല്ലാം അങ്ങനെ എഴുതി തള്ളരുത് എന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടവനെ അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടവനെ, കറുത്തവരുടെ നമ്മൾ ഈ പാർശ്വവൽക്കരിക്കപ്പെടുക എന്നൊക്കെ 2 പുസ്തകങ്ങളൊക്കെ വായിച്ച ആൾക്കാർ പറയില്ലേ, അത്തരം ആളുകളുടെ ഒക്കെ ജീവിതത്തെ ആവിഷ്കരിക്കുന്ന രാഷ്ട്രീയവും കലയും സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നവർ തന്നെയാണ്. പക്ഷേ നമ്മുടെ പല ഭാഷയും അവർക്ക് മനസ്സിലാവണില്ല. അതിൽ ഖേദിക്കണ്ട, അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവണില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും വെച്ചൊന്ന് കൂട്ടിമുട്ടിക്കണം. ഞാനിവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതിനെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഇത് കൂട്ടിമുട്ടിയിട്ടില്ല വെച്ചാൽ ഭയങ്കര അപകടമാണ്. അത് കൂട്ടിമുട്ടിക്കാൻ പറ്റാവുന്ന തരത്തിൽ സംസ്കാരത്തിന്റെ മണ്ഡലത്തിൽ ഇടപെടുക എന്ന വലിയ ചുമതല ഇന്നത്തെ ഒരു കാലത്ത് ഒരു വായനശാലയ്ക്കുണ്ട്. അതും സൈതാലിയെ പോലെയുള്ള ഒരു മനുഷ്യന്റെ പേരിലുള്ള ഒരു വായനശാലയ്ക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതല്ലാതെ നമ്മളിങ്ങനെ ഈ പറഞ്ഞ് നമുക്കിതാണ് ശീലം, എന്നിട്ട് അത് പറയാൻ കുറച്ചുകൂടി സുഖം ഉണ്ടായിരിക്കും, കുറച്ചുകൂടി എളുപ്പം ഉണ്ടായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മരിച്ചു പോയത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവുമെന്ന് കരുതരുത്. അപ്പൊ അത് എങ്ങനെയാണ് കൂട്ടിമുട്ടിക്കാന്നൊന്നും ഇപ്പൊ ഈ സന്ദർഭത്തിൽ പറയേണ്ടുന്ന ഒരു കാര്യമല്ല. പക്ഷെ അത് കൂട്ടിമുട്ടിക്കേണ്ടതാണ് എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്, സൂചിപ്പിക്കുകയാണ്. അതിന് പറ്റാവുന്ന തരത്തിൽ നമ്മുടെ വായനശാലയുടെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കണം. അതല്ലാണ്ട് അതിന്റെ മഹിമകളെ പറ്റിയോ അതിന്റെ വലിയ ഗരിമകളെ പറ്റിയോ നമ്മൾ ഒരുപാട് വലിയ വായനക്കാരാണ്, ഈ കുറെ ആൾക്കാർ ഇതൊന്നും വായിക്കാത്ത ആൾക്കാരാണ് എന്നൊന്നും പറഞ്ഞിരുന്നിട്ട് യാതൊരു കാര്യവും പ്രത്യേകിച്ചില്ല. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിന്റെ ഒരു മറുപുറം എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ കേട്ടോ, മുഴുവനല്ല എങ്കിലും പറയാവുന്ന ഒരു കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു 2 ആഴ്ച മുന്നേ പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു. വാർത്ത എന്താണെന്ന് വെച്ചാല് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്, കേട്ടിട്ടുണ്ടാവും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, അവരെല്ലാ വർഷവും ഒരു വാക്ക്, ഒരു പർട്ടിക്കുലർ വാക്ക് ആ വർഷത്തെ വാക്കായിട്ട് തിരഞ്ഞെടുക്കും. 2024 വാക്കായിട്ട് അവർ തിരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ട് എന്നുള്ളൊരു വാക്കാണ്. ബ്രെയിൻ റോട്ട്, ബ്രെയിൻ തലച്ചോറ്, ROT റോട്ട്. ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാല് തലച്ചോറ് ചീഞ്ഞു പോവുക എന്നുള്ളതാണ്. നമ്മൾ തക്കാളിയൊക്കെ ചീയുന്നത് പോലെ അളിയുന്നത് പോലെ തലച്ചോറ് ചീഞ്ഞു പോകുന്നതിനെയാണ് ബ്രെയിൻ റോട്ട് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് യഥാർത്ഥത്തിൽ 1854 മറ്റോ ഡേവിഡ് തോറോ, അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അമേരിക്കൻ കവിയും തത്വചിന്തകനും ഒക്കെയാണ് തോറോ. അദ്ദേഹത്തിന്റെ വാൾഡൻ എന്നുള്ള ഒരു പുസ്തകമുണ്ട്. അതൊരു ഓർമ്മക്കുറിപ്പ് എന്നൊക്കെ വേണമെച്ചാൽ പറയാം. ഒരു കുളത്തിന്റെ കരയില് 2 വർഷവും 2 മാസവും 2 ദിവസവും അദ്ദേഹം ജീവിച്ചപ്പോ, അല്ലെങ്കിൽ അതിന്റെ ഒരു അനുഭവങ്ങളാണ്. അപ്പൊ ആ പുസ്തകത്തിലാണ്, വർഷം കുറെ ആയല്ലോ, 1854 55 മറ്റാണ് വർഷം, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, വളരെ പഴയതാണ് ഈ ഒരു വാക്ക് ആദ്യമായിട്ട് വരുന്നത് എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ പറയണത്. അതിപ്പോ നമ്മളുടെ ഒരു വിഷയമല്ല. ഇപ്പോ ഈ 2024 നിൽക്കുമ്പോ 1854 നിന്ന് ഈ വാക്കിന് ഒരുപാട് വലിയ മാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലോകത്തെമ്പാടുമുള്ള മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താണ് ഒരു കാര്യം, എന്താണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാല്, തലച്ചോറ് ചീയെന്ന് പറഞ്ഞാൽ ഫിസിക്കലി നമ്മുടെ തലയുടെ ഉള്ളിൽ തലച്ചോറ് ചീഞ്ഞൊന്നും പോവില്ലല്ലോ, ഫിസിക്കലി ചീയല്ല. പക്ഷെ നമ്മൾ ഈ ആഴമില്ലാത്ത കണ്ടന്റുകള് കണ്ട് കേട്ട് വായിച്ച് അത് അനുഭവിച്ച് അത് തിന്ന് അത് കുടിച്ച് അങ്ങനെ ജീവിക്കുമ്പോ മനുഷ്യർക്ക്
അവരുടെ ബൗദ്ധികമായിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള നിലവാരം ഇടിഞ്ഞു പോകുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ. ഒരുപക്ഷെ 2024 സംബന്ധിച്ച് ഈ വർഷം ഇപ്പൊ പോവാണ്, പുതിയ വർഷം വരികയാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇത് വായിച്ചിട്ട് ഇതിനെപ്പറ്റി ഇപ്പൊ കുറച്ചൊക്കെ ഒന്ന് വായിച്ചു നോക്കി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അതൊക്കെ നോക്കിയപ്പോ ഞാൻ എന്നെ പറ്റി ഒന്ന് ആലോചിച്ചു. അതാണല്ലോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടങ്ങളെ പറ്റി ആലോചിക്കാം. ഞാൻ വിചാരിക്കും ഞാൻ ഭയങ്കര പണ്ഡിതരാണ്, പക്ഷെ നിങ്ങളുടെ തലച്ചോറൊക്കെ ഈ റീൽസ് കണ്ടിട്ടും മറ്റത് കണ്ടിട്ടും മറിച്ച് കണ്ടിട്ടും നിങ്ങളുടെതെല്ലാം ഇടിഞ്ഞു പോയിട്ടുണ്ട്, എന്റേത് വളരെ ഫുൾ ആയിട്ട് നിൽക്കുകയാണെന്നുള്ള മട്ടിലാണ് ആലോചിക്കുക. അങ്ങനെ ചെയ്യരുത്. ഞാൻ എന്റെ കാര്യം ആലോചിച്ചപ്പോ ഞാൻ നിങ്ങളോട് തുറന്നു പറയാണ് കേട്ടോ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഒരു 10, 15, 20 കൊല്ലം മുന്നത്തെ അത്രയും ജാഗ്രതയോടെ അല്ലെങ്കിൽ അത്രയും ഒരു ക്രിയാത്മകമായിട്ട് ക്രിയേറ്റീവായിട്ട് ഞാൻ എന്റെ തലച്ചോറിനെ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല എന്നാണ് ഞാൻ എന്നെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അത് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കുറ്റത്തിന്റെയോ അല്ലെങ്കിൽ നേരത്തെ ഒരു വൈഭവത്തിന്റെ രണ്ടിന്റെയും കാര്യമല്ല. നമ്മൾ ജീവിക്കണ ഒരു കാലം ആഴം കുറഞ്ഞ കണ്ടന്റുകളിൽ അഭിരമിക്കാൻ നമ്മളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രാക്ടീസാണ്, ഒരു പ്രാക്ടീസാണ്. ആ പ്രാക്ടീസിൽ നമ്മൾ ഏറിയും കുറഞ്ഞും അറിഞ്ഞോ അറിയാതെയോ അതിലിങ്ങനെ കടന്ന് കെട്ടിമറിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ തലച്ചോറിന്റെ ബ്രെയിനിന്റെ സവിശേഷമായിട്ടുള്ള ശേഷികൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ബൗദ്ധികമായ ശേഷി കുറയുന്നു, അതേസമയം ഇമോഷണൽ ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള ശേഷിയും കുറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യരുടെ തലച്ചോറ്, ബ്രെയിൻ എന്ന് പറയുന്നത്, അത് എന്താ പറയാ, ബ്രെയിനിന്റെ തന്നെ ഒരു പരിണാമ ചരിത്രമുണ്ട്. രാമേന്ദ്രനെ പോലെയുള്ള ലോകപ്രസിദ്ധരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു ന്യൂറോ സയന്റിസ്റ്റിന്റെ പേര് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ മസ്തിഷ്കത്തിന്റെ പരിണാമത്തെ പറ്റിയിട്ടുള്ള അതിഗംഭീരങ്ങളായിട്ടുള്ള പഠനങ്ങൾ ലോകത്ത് എമ്പാടും വന്നിട്ടുണ്ട്. അപ്പോ അവരെല്ലാം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കെല്ലാം അറിയാം, ഒരു പഠനം ഇല്ലാണ്ട് തന്നെ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം, ഭൂമിയിൽ എത്ര തരം ജീവികളുണ്ട്, എത്ര സ്പീഷീസ് ജീവികളുണ്ട്, ലക്ഷമാണ്. പക്ഷെ ആ ജീവികളുടെ തലച്ചോറിൽ നിന്ന് മനുഷ്യന്റെ തലച്ചോറിനുള്ള സവിശേഷമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ മനുഷ്യരായിട്ട് തീരുക 2 കാലിൽ നടക്കുമ്പോൾ മാത്രമല്ല, 2 കൈ ഉപയോഗിച്ച് നമ്മുടെ ഈ തരത്തിൽ ഇങ്ങനെ ചതുരവടിവിൽ സംസാരിച്ചു പോകുമ്പോൾ മാത്രമല്ല നമ്മൾ മനുഷ്യരായിട്ട് തീരുക. അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. അതിലെ ഒരു മാനം, ഒരു തലം, മനുഷ്യന് മാത്രമുള്ള സവിശേഷ സ്വഭാവമാർന്നിട്ടുള്ള ഈ തലച്ചോറിനെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് കൂടി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നോക്കിയാൽ ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെന്റ് തരാം കേട്ടോ. പണ്ട് ഒരു പകുതി മാഷുപണിയും കൂടി ചെയ്തതിന്റെ ഒരു കുഴപ്പമെന്ന് കരുതിക്കൊള്ളൂ. അസൈൻമെന്റ് തരാം. നിങ്ങൾ രാത്രി വീട്ടിൽ പോയാല് ഒരു പേനയും കടലാസും എടുക്കാം. പേനയും കടലാസും എടുത്തിട്ട് ഇന്ന് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എഴുതാം. എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം. ഇപ്പൊ രാവിലെ എത്ര മണിക്കാണ് എഴുന്നേറ്റത്? 6 മണി, 4 മണി, അല്ലെങ്കിൽ 5:30, അത്ര. ചിലര് സ്വാഭാവികമായിട്ട് എഴുന്നേറ്റതായിരിക്കും, ഉണർന്നതായിരിക്കും. ചിലര് അലാം വെച്ചിട്ട് എഴുന്നേറ്റിട്ടുണ്ടാവും, എന്നിട്ട് ചിലർ നടക്കാൻ പോയിട്ടുണ്ടാവും. ഇങ്ങനത്തെയൊക്കെ ചെയ്യാം. ഇതെല്ലാം എഴുതാം. നിങ്ങൾ എപ്പോഴാണ് പല്ല് തേച്ചത്, പല്ല് തേക്കാൻ ഉപയോഗിച്ച പേസ്റ്റ് ഏതാണ്, ഭക്ഷണം എന്താണ്, ഇഡലിയാണോ ദോശയാണോ, അതിനെന്താണ് ചട്നിയാണോ സാമ്പാറാണോ, നിങ്ങൾ എന്ത് വസ്ത്രമാണ് ധരിച്ചത്, നീല ഷർട്ടാണോ ചുവപ്പ് ഷർട്ടാണോ അതോ ചുരിദാറാണോ സാരി, ഇങ്ങനെ ഒന്ന് എഴുതി നോക്കൂ. എഴുതണം കേട്ടോ, ഇന്ന് തന്നെ എഴുതണേ, നാളേക്ക് വെക്കരുത്. നമുക്ക് നമ്മളെ പറ്റി ഒരു ബോധം ഉണ്ടാവാൻ അത് നല്ലതാണ്. നമ്മൾ എന്തൊരു നമ്മളാണ് എന്ന മട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ടിട്ട് നാട് നന്നാക്കാൻ ഇറങ്ങിയിട്ടില്ല, വലിയ സംഭവങ്ങളാണ് എന്ന മട്ടിലാണ് നമ്മുടെ ഓരോരുത്തരെയും നടപ്പ്. എന്റെയൊക്കെ പറയും വേണ്ട കേട്ടോ. അപ്പൊ ഇതൊന്ന് എഴുതി നോക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ചിലപ്പോൾ 25, 50, 100, എനിക്കറിയില്ല, എത്ര കിട്ടിയാലും കുഴപ്പമില്ല, അങ്ങനെ ഉണ്ടാവും. ഈ സാധനത്തിനെ ഒന്ന് എടുത്തു വെക്കാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു പേപ്പറിൽ നിങ്ങൾ ഇന്ന് ഇതൊക്കെ നിങ്ങളുടെ തീരുമാനങ്ങളാണ് കേട്ടോ. നമ്മൾ അറിയുന്നില്ല എന്നുള്ളത്. നിങ്ങളിപ്പോ വണ്ടി ഓടിക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റിച്ചാൽ അത് നിങ്ങളുടെ ഒരു തീരുമാനമാണ്. പക്ഷെ നമ്മൾ അറിയുന്നില്ല, പെട്ടെന്ന് എടുക്കുന്നതാവുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഏത് ഷർട്ടാണ് ഇട്ടത് എന്നുള്ളത് നിങ്ങളുടെ ബ്രെയിൻ തീരുമാനിച്ചത് കൊണ്ടാണ് നിങ്ങൾ ചുവന്ന ഷർട്ട് അല്ലെങ്കിൽ വെള്ള ഷർട്ട് എടുത്തിട്ടുള്ളത്. മനസ്സിലായി? അപ്പൊ അത് നിങ്ങൾക്ക് ഒരു പേപ്പറിൽ ഉണ്ടാവും 50, 100 തീരുമാനം. ഇനി ഞാൻ പറയാൻ പോകുന്നത് തലച്ചോറിന്റെ മസ്തിഷ്കത്തിന്റെ എന്താ പറയാ, അതിന്റെ സ്വഭാവത്തെ പറ്റി, പ്രവർത്തനത്തെ പറ്റിയിട്ടുള്ള വളരെ സുപ്രസിദ്ധമായിട്ടുള്ള ഒരു പഠനത്തെ പറ്റിയാണ്. അമേരിക്കയിൽ നടന്നിട്ടുള്ള ഒരു പഠനമാണ്. ഞാൻ അതിന്റെ പേരും പുസ്തകവും ഒന്നും പറഞ്ഞിട്ട് നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അതിന്റെ ആശയം മാത്രം പറയാം. അതെന്താന്ന് വെച്ചാല്, ഭൂമിയിലെ എല്ലാ മനുഷ്യരും എല്ലാ ദിവസവും ധാരാളം തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. നേരത്തെ പറഞ്ഞ പോലെ 50, 100, 500 ഒക്കെ തീരുമാനങ്ങൾ എവരി ഡേ നമ്മൾ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കേട്ടോ.
ഈ തീരുമാനങ്ങൾ രണ്ട് തരത്തിലുള്ള തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുക. ഒരു തീരുമാനം പെട്ടെന്നുള്ള തീരുമാനങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പൊ നടന്നു പോകുന്നു, മഴ പെയ്യുന്നു, പെട്ടെന്ന് ആ തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ ഒരു പട്ടി കടിക്കാൻ വരുന്നു, ഗിയർ മാറ്റുന്നു, ഇതൊക്കെ പെട്ടെന്നുള്ള തീരുമാനങ്ങളാണ്. പേസ്റ്റ് ചെയ്ത് വരണം, ഈ ജാതി തീരുമാനങ്ങളെല്ലാം പെട്ടെന്നുള്ള തീരുമാനങ്ങളാണ്, ഒട്ടും സമയമില്ല. ഈ പഠനം പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളുടെ ബ്രെയിനിനെ സഹായിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നമ്മളെ സഹായിക്കുന്ന ഒരു സിസ്റ്റം ബ്രെയിനിനകത്തുണ്ട്. വെറുതെ ഒരു സൗകര്യത്തിന് നിങ്ങൾക്ക് അതിനെ സിസ്റ്റം 1 എന്ന് വിളിക്കാം. ഇവിടെ അങ്ങനെ ഒരു അറിയൊന്നും ഇല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. സിസ്റ്റം 1 എന്താ കൊണ്ടുവയ്ക്കാൻ ഒരു റൂമൊന്നുമില്ലേ, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് സിസ്റ്റം 1. പക്ഷെ നമ്മുടെ എല്ലാ തീരുമാനവും പെട്ടെന്നുള്ളതല്ല. ഉദാഹരണം, നിങ്ങൾ ഒരു കാർ വാങ്ങിക്കാൻ തീരുമാനിക്കണോ, നിങ്ങൾ ഇപ്പൊ ഈ പ്രസംഗം കഴിഞ്ഞ ഉടനെ പോയിട്ട് ഒരു കാർ വാങ്ങിച്ചിട്ട് അങ്ങനെ സഞ്ചിയിലിട്ട് കൊണ്ടുവന്നില്ല. എന്താ ചെയ്യാ, നമ്മളത് ആലോചിക്കും, നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കും, അതിന്റെ മൈലേജ് നോക്കും, അതിന്റെ അതും ഇതെല്ലാം നോക്കും, അതിന്റെ ഒരു ബാക്ക് ഹിസ്റ്ററി നോക്കും, ഇത് ഉപയോഗിച്ചവരോട് ചോദിക്കും. 1 മാസമോ 2 മാസമോ ഒക്കെ എടുത്ത് സമയമെടുത്താണ് നിങ്ങൾ അത് ഒരു തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീട് വെക്കാൻ പോകുന്നു, നിങ്ങളൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു, കുട്ടികളാണെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ ഒരു ഫർദർ സ്റ്റഡി എന്താണ് എന്ന് ആലോചിക്കുന്നു, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നു. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കില്ല. നിങ്ങൾ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഗിയർ മാറ്റാൻ തീരുമാനിക്കുന്നത് പോലെയല്ല ഈ തീരുമാനം എടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാ മനുഷ്യർക്കും ഈ 2 തരം തീരുമാനങ്ങളുണ്ട്. രണ്ടാമത്തെ തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള ബ്രെയിനിന്റെ തലച്ചോറിന്റെ ആ സിസ്റ്റത്തിനെ നിങ്ങൾക്ക് സിസ്റ്റം 2 എന്ന് വിളിക്കാം. അപ്പൊ എന്റെയും നിങ്ങളുടെയും MT വാസുദേവനാരുടെയും മൻമോഹൻ സിംഗിന്റെയും ജോർജ് ബുഷിന്റെയും ഇപ്പൊ അയാളല്ലോ അല്ലെ, പിന്നെ ആരാണ്, ട്രംപോ, ആരാച്ചാൽ, ഇവരുടെ എല്ലാം ഉള്ളില് തലച്ചോറിൽ ഈ 2 സിസ്റ്റങ്ങളുണ്ട്. സിസ്റ്റം 1, സിസ്റ്റം 2. ഇത് നിങ്ങൾ നാട്ടിൽ കാണുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കണോ എന്ന് കരുതുന്ന മനുഷ്യന്മാരുടെ ഉള്ളിലും ഈ 2 തരം സിസ്റ്റങ്ങൾ ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര പണ്ഡിതന്മാരുടെ ഉള്ളിലൊന്നുമില്ല. ഈ 2 സിസ്റ്റവും വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ചെറിയ തീരുമാനം എടുക്കുന്നത്, വലിയ തീരുമാനം എടുക്കുന്നത്. ഇനി നമുക്ക് പരിണാമത്തിന്റെ ഒരു കുറച്ച് പിന്നിലേക്ക് പോവാം. ഈ ഒരു സാധനം തലയിൽ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് പിന്നിലേക്ക് പോയാല് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അന്നുണ്ട് മനുഷ്യരുടെ ബ്രെയിനിൽ ഈ സിസ്റ്റം ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ വെറുതെ സങ്കല്പിച്ചു നോക്കൂട്ടോ, ഒരു 10,000 20,000 വർഷം മുമ്പേ നമ്മുടെ പൂർവ്വ പിതാമഹർ എന്നൊക്കെ, പിതാമഹി നമ്മൾ സാധാരണ പറയാറില്ല, ഞാൻ സാന്ദർഭികമായിട്ട് പറയണം, എനിക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല. ഇവിടെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നപ്പോ ആണുങ്ങളൊക്കെ ഒരു ഭാഗത്തും പെണ്ണുങ്ങളൊക്കെ വേറൊരു ഭാഗത്തുമായി. ഞാൻ അതവിടെ ഇരുന്നപ്പോ തന്നെ ശ്രദ്ധിച്ചു. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇടകലർന്ന് ഇരിക്കാമായിരുന്നു. അത് ബ്രെയിനിലെ വേറൊരു സിസ്റ്റമാണ് കേട്ടോ. സിസ്റ്റങ്ങൾ ഈ പറഞ്ഞ 1, 2 സിസ്റ്റം മാത്രമല്ല, 100,000 സിസ്റ്റങ്ങൾ ബ്രെയിനിനകത്തുണ്ട്. ഒരു സിസ്റ്റം വർക്ക് ചെയ്തപ്പോ ആരും ഇവിടെ ആണെന്ന് എഴുതി വെച്ചിട്ടില്ല, ആരും ഇവിടെ പെണ്ണ് എഴുതി വെച്ചിട്ടില്ല. ഞാൻ ഇവിടെ 2 പെൺകുട്ടികൾ ഇവിടെ ഇരുന്നിരുന്നു. എനിക്ക് അവരിൽ വലിയ പ്രതി, അവരിപ്പോ ഈ പ്രസംഗം സഹിക്കാൻ വയ്യാണ്ട് നീച്ചു പോയതായിരിക്കും, അല്ലാണ്ട് ഈ സിസ്റ്റം ബ്രേക്ക് ചെയ്തതിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് എണീറ്റ് പോയതായിരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ കുട്ടികളിൽ അല്ലെങ്കിൽ പുതിയ തലമുറയിൽ വലിയ വിശ്വാസമുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറയാൻ. ഓക്കെ, അപ്പോ 10,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പൂർവ്വ മനുഷ്യർ, അതുകൊണ്ട് ഒരു ലിംഗം ഇല്ലാത്തൊരു ഭാഷ ഞാൻ പറയാണ്, പൂർവ്വ മനുഷ്യർ അവര് ഇങ്ങനെ കാട്ടിൽ നായാടിയൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ സങ്കല്പിച്ചു നോക്കും, പെട്ടെന്ന് ഏതെങ്കിലും ഒരു കൊന്തടെ കാട്ടുന്ന ഒരു അനക്കം അതിന്റെ ഉള്ളിൽ കണ്ടു. അപ്പൊ ഈ മനുഷ്യന്റെ സിസ്റ്റം ഒന്ന് വർക്ക് ചെയ്തു. നമ്മുടെ മുതുമുത്തശ്ശിയുടെ അല്ലെങ്കിൽ മുതുമുത്തശ്ശന്റെ സിസ്റ്റം ഒന്ന് വർക്ക് ചെയ്തപ്പോ എന്താണ് ഈ കാട്ടിൽ നിന്നൊന്നും മനസ്സിലായിട്ടില്ല. സിസ്റ്റം ഒന്ന് വർക്ക് ചെയ്തപ്പോ ഇയാൾ പെട്ടെന്ന് ആലോചിച്ചു, അതൊരു പുലിയോ കടുവയോ എന്തെങ്കിലും ആയിരിക്കും, പുലി നമ്മളെ പിടിക്കും. ഇതൊക്കെ സെക്കൻഡിലെ ഒരു അംശത്തിൽ സംഭവിക്കുന്നതാണ്. ഇയാൾ ഓടി രക്ഷപ്പെട്ടു. ഇതേ സ്ഥാനത്ത് സിസ്റ്റം 2 ഉള്ള ഒരാൾ എന്ന് വിചാരിക്കും, ഭയങ്കര പണ്ഡിതൻ, ഭയങ്കര ബുദ്ധിജീവിയാണ്, ആലോചിച്ച് ഇങ്ങനെ താടിക്കൊക്കെ കയ്യും കൊടുത്തിരുന്നിട്ട് വലിയ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കുന്നയാളാണ്. അയാളും ഇതുപോലെ ഒരു അനക്കം കണ്ടു. അപ്പൊ അയാൾ ഇങ്ങനെ ആലോചിച്ചു, എന്താണ് ഈ കാട്ടിന്റെ ഉള്ളിൽ എന്താണെന്ന് ആലോചിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ പുലിയുടെ ഒരു മുഖം ഇങ്ങനെ കുറേശ്ശെ കണ്ടു. അപ്പൊ ഓഹോ, ഇതൊരു പുലിയാണോ, പുലി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അടുത്ത മിനിറ്റിൽ പുലി അയാളെ ശാപ്പിട്ടിട്ടുണ്ടാവും അല്ലെ. നോക്കൂ, ഇതെല്ലാ സമയത്തും ഉണ്ടാവും. സിസ്റ്റം 1 ഉള്ളവൻ മഴയുടെ മേഘം ആകാശത്ത് വരണതിന്റെ മുമ്പ് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഓൻ പണ്ഡിതനൊന്നല്ല. പക്ഷെ സിസ്റ്റം 2 ഉള്ളവനോ, അല്ലെങ്കിൽ എല്ലാവരിലും ഉണ്ട്, അത് കൂടുതൽ വർക്ക് ചെയ്തവനോ അല്ലെങ്കിൽ വർക്ക് ചെയ്തവളോ, അവരാലോചിച്ചു എന്താണ്, ആകാശത്ത് ഇടിയാണോ, ഇടി തല വെട്ടി പോയിട്ടുണ്ടാവും, മഴ പിടിച്ച് ന്യൂമോണിയ പിടിച്ച് ചത്തിട്ടുണ്ടാവും. അപ്പൊ എന്താ പരിണാമം പറയുന്നതെന്നറിയോ? നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ നല്ലത് എന്ന് കരുതുന്ന ഗുണങ്ങളല്ല പലപ്പോഴും മനുഷ്യനെ ഒരു വംശം എന്നുള്ള നിലയ്ക്ക് ഭൂമിയിൽ അതിജീവിക്കാൻ സഹായിച്ചത്. നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. പരിണാമപരമായി നിങ്ങൾ മോശമാണ് എന്ന് കരുതുന്ന ചില മൂല്യങ്ങളായിരിക്കും, ചില സ്വഭാവങ്ങളായിരിക്കും, ചില
പ്രത്യേകതകളായിരിക്കും മനുഷ്യനെ ഭൂമിയിൽ അതിജീവിക്കാൻ സഹായിച്ചിട്ടുണ്ടാവുക. ഞാൻ അത് വേറൊരു വിഷയമാണ്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോവല്ല. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിലേക്ക് വരൂ. സിസ്റ്റം ഒന്നുള്ളവൻ അതിജീവിച്ചു. തലച്ചോറ് ഉടനുടനെ ആജ്ഞ കൊടുക്കുക ചെയ്യാം. പരിണാമത്തിന് നിങ്ങൾ വലിയ സാഹിത്യം എഴുതിക്കൊള്ളുന്ന നിർബന്ധമില്ല, അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ വലിയ പിരമിഡ് ഇവിടെ ഉണ്ടാക്കിക്കൊള്ളുന്ന നിർബന്ധമില്ല. അതിന്റെ നിർബന്ധം എന്താണ്? നിങ്ങളെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ സഹായിക്കണം, ഭൂമിയിൽ നിലനിൽക്കാൻ സഹായിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ പെട്ടെന്നുള്ള ഓർഡർ കൊടുക്കും, തലച്ചോറ് പെട്ടെന്ന് ഓർഡർ കൊടുക്കും. ആ കടുവായിരിക്കും, നീ ഓടി രക്ഷപ്പെട്ടോ. മഴ വരുന്നു, നിനക്ക് ഓടി രക്ഷപ്പെട്ടോ. ഇടി വരുന്നു, ഓടി രക്ഷപ്പെട്ടോ. ഇങ്ങനെയാണ് ഈ ആജ്ഞ സ്വീകരിച്ചിട്ടുള്ള സിസ്റ്റം ഒന്ന് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ നിലനിന്നു. സിസ്റ്റം രണ്ട് കൂടുതൽ വർക്ക് ചെയ്തവരോ നിലനിന്നില്ല, അവർ അതിജീവിച്ചില്ല. അവരെ എന്താ പറയാ, എടുത്തുകൊണ്ടുപോയി, കാലം കൊണ്ടുപോയി. കാലമോ എന്തായാലും കൊണ്ടുപോയി. ഇത് നമ്മളിലേക്ക് തലമുറ സാധാരണ മുദ്രാവാക്യം വിളിക്കില്ലേ, തലമുറ കൈമാറി വന്നു. അങ്ങനെ കൈമാറി വന്ന് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ സിസ്റ്റം ഒന്നുണ്ട്, സിസ്റ്റം രണ്ടുമുണ്ട്. ഒന്ന് വേണ്ടെടുത്ത് നമ്മൾ ഒന്ന് ഉപയോഗിക്കും, രണ്ട് വേണ്ടെടുത്ത് നമ്മൾ രണ്ട് ഉപയോഗിക്കും. ഇനി എന്താണ് നമ്മളുടെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് വന്നുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒരു ലോകം, നമ്മള് AI-യുടെ ഒക്കെ ഒരു കാലാണല്ലോ, അതിന്റെ ഒരു ലോകം ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പ്ലസ്സുകളുണ്ട്. അതിന്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാല്, നിങ്ങളുടെ സിസ്റ്റം രണ്ടിനെ അത് വർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. എല്ലാം പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, ആ തീരുമാനത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പാകത്തിലുള്ള ഒരു ജീവിത പരിസരം ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഒരു അപകടം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇനി ആദ്യത്തെ എന്റെ അസൈൻമെന്റിലേക്ക് വന്നാല്, നിങ്ങൾ 50 100 ഇന്ന് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് അതിന്റെ വലതുഭാഗത്ത് ഈ തീരുമാനം നിങ്ങൾ എടുത്തത് സിസ്റ്റം ഒന്നുകൊണ്ടാണോ സിസ്റ്റം രണ്ടുകൊണ്ടാണോ എന്ന് എഴുതി വെക്കൂ. ഞാൻ പറയാം, ആൾമോസ്റ്റ് സിസ്റ്റം രണ്ടുകൊണ്ട് നിങ്ങൾ ഇന്ന് എന്തെങ്കിലും കാര്യം, എനിക്കറിയില്ല കേട്ടോ, ഉണ്ടെങ്കിൽ വളരെ കുറവായിരിക്കാം. അപ്പൊ നിങ്ങൾ ഇന്നലത്തെ എടുത്ത് നോക്കൂ, ഓർമ്മയുണ്ടെങ്കിൽ. മിനിഞ്ഞാന്നത്തെ എടുത്ത് നോക്കൂ, ഒരാഴ്ചത്തെ മുന്നത്തെ എടുത്ത് നോക്കൂ. ഒരുപക്ഷെ 99.25% നമ്മളെടുത്ത തീരുമാനങ്ങൾ സിസ്റ്റം ഒന്നുകൊണ്ടെടുത്ത തീരുമാനങ്ങളായിരിക്കും. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നോക്കൂ, ഈ നമ്മളൊരു ഉപകരണം നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല വെച്ചാൽ അത് നശിച്ചു. നിങ്ങളൊരു കത്തി ഒരു 2 മാസം ഉപയോഗിച്ചിട്ടില്ല വെച്ചാൽ അതിന്റെ മൂർച്ച പോകും. നിങ്ങളൊരു വണ്ടി ഒരു 2 5 6 മാസം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ആവില്ല. അത്രേ ഉള്ളൂ. എല്ലാം അങ്ങനെ തന്നെയാണ്. ഈ ബ്രെയിനിന്റെ സംവിധാനങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് വർക്കാവില്ല. ഇന്നത്തെ ഈ ലോകം, ഇന്നത്തെ ഈ കാലം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എസ്പെഷ്യലി നമ്മളുടെ തീരുമാനങ്ങൾ പ്രധാനപ്പെട്ട എന്ന് പറയാൻ പറ്റില്ല, എല്ലാം പ്രധാനപ്പെട്ടതാണ്, ഗൗരവപ്പെട്ട ചിന്തിച്ച് എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന സിസ്റ്റത്തിനെ നിർവീര്യമാക്കി കളഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് ഒരു പ്രശ്നം. അപ്പോ എന്ന് വെച്ച് നമ്മള് ഗൗരവപ്പെട്ട തീരുമാനങ്ങൾ എടുക്കില്ല എന്നല്ല. ആ തീരുമാനം എടുക്കും. ഇപ്പൊ നോക്കൂ, ഉദാഹരണത്തിന് നിങ്ങളൊരു ഇലക്ഷൻ വരികയാണ്. അപ്പൊ ഇലക്ഷൻ നിങ്ങൾ ഒരാളെ തെരഞ്ഞെടുക്കണം അല്ലെ. ഇപ്പൊ നിങ്ങളുടെ പ്രസിഡന്റ് തെരഞ്ഞെടുക്കും, അല്ലെങ്കിൽ മെമ്പറെ തെരഞ്ഞെടുക്കും. ഒരു മെമ്പറെ തെരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ തെരഞ്ഞെടുക്കുന്നത് സോപ്പ് തെരഞ്ഞെടുക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയല്ല അല്ലേട്ടോ. നിങ്ങൾക്ക് സോപ്പ് തെരഞ്ഞെടുക്കാന്, സോപ്പ് പൊടി തെരഞ്ഞെടുക്കാന്, അരി തെരഞ്ഞെടുക്കാന്, പച്ചക്കറി തെരഞ്ഞെടുക്കാന് സിസ്റ്റം ഒന്ന് ഉപയോഗിച്ചാൽ മതി. പരമാവധി എന്തായാലും നിങ്ങളൊരു പൊട്ട സോപ്പ് വാങ്ങിയാൽ ഒരാഴ്ച മണമില്ലാത്ത സോപ്പ് തേച്ച് കുളിക്കണം എന്നേ ഉള്ളൂ. വേറെ ഒന്നും സംഭവിക്കില്ല. ആകാശത്തിനൊന്നും വീടില്ല, നിങ്ങൾ മരിച്ചു പോകത്തില്ല. ഒരാഴ്ച നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ നന്നല്ലാത്ത അരി വാങ്ങിച്ചാൽ ഒരാഴ്ച നിങ്ങൾ കുറച്ച് വേവ് കമ്മിയുള്ള അരി ചോറ് ഉണ്ണണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരാഴ്ച കഴിഞ്ഞ് അത് കഴിഞ്ഞു. അതുപോലെയാണോ നിങ്ങൾ ഒരാളെ മെമ്പറായി തെരഞ്ഞെടുക്കുന്നത്? ഒരാളെ MLA ആയി, MP ആയി, മന്ത്രിയായി, മുഖ്യമന്ത്രിയായി, പ്രധാനമന്ത്രിയായി, ഗവൺമെന്റായി ഒരു സംവിധാനത്തെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ഇന്ന് വെറുതെ ഒന്ന് ചുറ്റും കണ്ണോടിച്ച് നോക്കൂ, സോപ്പ് തിരഞ്ഞെടുക്കുന്ന ലാഘവത്തിലാണ്. അതുകൊണ്ട് ആൾക്കാർ അതൊന്നും പറയും. എന്താ ഹമാം തിരഞ്ഞെടുത്ത അത് പറയാൻ പറ്റില്ല. ഒരു ആഴ്ച 10 ദിവസം റെക്സോണ ആയിരുന്നു, അത് മടുത്തു, ഇനി കുറച്ച് ഹമാം ആവാം. എന്തുകൊണ്ടാ മടുത്ത് ചോദിച്ചാൽ ഉത്തരമില്ല. എന്തുകൊണ്ടാ അത് സ്വീകരിച്ചു വെച്ചാൽ അതിന് ഉത്തരമില്ല. ഇനി 2 ആഴ്ച കഴിഞ്ഞാലോ അപ്പൊ ഇത് മടുത്തു, നീ ലൈഫ് ബോയ് ആവാം. ഈ മട്ടിൽ ആശയങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു കാലം വന്നിട്ടുണ്ട്. അതിന്റെ കാര്യം ഇതാണ്, നിങ്ങൾക്ക് ഗൗരവപ്പെട്ട തീരുമാനങ്ങൾ എടുക്കണം. ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള സിസ്റ്റം തുരുമ്പെടുത്തു പോയി. അപ്പൊ എന്ത് ചെയ്യും? ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. വേറെ മാർഗമില്ലല്ലോ. ഇത് ഓരോന്നിനും നോക്കിക്കൊണ്ട് കേട്ടോ. നിങ്ങൾ കുട്ടികളോടൊക്കെ സംസാരിച്ചാൽ ഇതാണ് അതിന്റെ ഒരു അപകടം. അങ്ങനെ വേണം അതിനെ കാണാൻ. അവരുടെ സിസ്റ്റം രണ്ടിനെ വർക്ക് ചെയ്യാൻ പാകത്തിലല്ലാത്ത വിധത്തിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ മാറ്റിത്തീർത്തിട്ടുണ്ടോ? ഉണ്ടെന്ന് ഞാൻ കട്ടായം പറയല്ല, അങ്ങനെ പറയാനുള്ള ആധികാരികതയൊന്നും എനിക്കില്ല. ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്.
ഉണ്ടെങ്കിൽ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വിപത്തായിരിക്കും. കാരണം ഇതാണ്, അവർക്കും നാളെ ഗൗരവപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഉറപ്പല്ലേ? മനുഷ്യർക്ക് ഇങ്ങനെ ഈ പെട്ടെന്നുള്ള തീരുമാനം മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തില്ല. ഗൗരവപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോ അതെന്തുകൊണ്ടാണോ എടുക്കേണ്ടത്, അതില്ലെങ്കിൽ ഉള്ളത് വെച്ച് അവരെടുക്കും. അതിന്റെ 100,000 ഉദാഹരണങ്ങൾ നിങ്ങൾ പത്രവും ടിവിയും ഒക്കെ തുറന്നാൽ വായിച്ചാൽ കാണുമ്പോൾ കാണാൻ പറ്റും. ഞാൻ അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് പോവല്ല. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഞങ്ങൾ മാർക്സിസ്റ്റുകൾ ഈ ഡയലക്റ്റിക്സ് എന്ന് പറയും, അത് വേറൊരു പ്രാക്ടീസാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ എവിടെയാണ് നമുക്ക് ഈ അങ്ങനെ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല, ഈ തലമുറകളെ സംഗമിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ കാലങ്ങളെ കൂട്ടിമുട്ടിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഒരു ബിന്ദു ഉണ്ടല്ലോ. ആ ബിന്ദുവിനെ, ആ പോയിന്റിനെ കണ്ടെത്തുക എന്നുള്ളത് ഇക്കാലത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതല്ലാതെ നമ്മളിങ്ങനെ പാഴിയാരം പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല, എന്തെങ്കിലും പരാതി പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മളെല്ലാം വലിയ ജോറായിരുന്നു എന്നും നമുക്ക് ശേഷം വരുന്നവർ അത്ര തന്നെ ജോറല്ല എന്നും അങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് എവിടെയാണ് കൂട്ടിമുട്ടിക്കുക എന്ന ഒരു ഗൗരവപ്പെട്ട ആലോചന നടത്താൻ ഇതുപോലെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക്, അതിന്റെ ചുമതല വഹിക്കുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല്, ഇന്ന് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തെ അതിന്റെ ഒരു കൺസെപ്റ്റുകളെ ഇല്ലാതെയാക്കാൻ കാരണമാകുന്ന യുദ്ധങ്ങളെല്ലാം നടക്കുന്നത് സംസ്കാരത്തിന്റെ മണ്ഡലത്തിലാണ് എന്നുള്ളതാണ്. നിങ്ങളിപ്പോ ഈ പിലാമന്തോൾ പഞ്ചായത്തിലാണ് ജീവിക്കുന്നത്. ഈ പഞ്ചായത്ത്, നമുക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ അതിരുകൾ, അതിന്റെ വാർഡ്, വാർഡിന്റെ അതിര്, ഇതൊക്കെയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ അതിരാണ്, ബൗണ്ടറിയാണ് ഓർമ്മ വരിക. കേരളം എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ അതിരാണ് ഓർമ്മ വരിക. യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ അതിര് ഓഫ്കോഴ്സ് അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇന്ത്യയിലെ മനുഷ്യന്മാരുടെ ജീവിതമാണ്, അല്ലെ? ഇത് അതിരുകൾ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. 47 ഉണ്ടാക്കിയ ഒരു അതിരാണ് ഇത്, 47 ഉണ്ടാക്കിയ ഒരു അതിരാണ്, മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ഇതേ അതിരുകൾ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു ഉറപ്പും ചരിത്രത്തിലില്ല. രാജ്യങ്ങളുടെ അതിരുകൾ, പഞ്ചായത്തുകളുടെ അതിരുകൾ, വാർഡുകളുടെ അതിര് ഇപ്പൊ തന്നെ മാറിയെന്നോ, അല്ലെ? നിങ്ങൾ 10ാം വാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് 15 കൊല്ലം നടന്നിരുന്ന വാർഡ് അടുത്ത മാസം മുതൽക്കില്ല. ഇതിന്റെ കുറെ കൂടി വികസിതമായിട്ടുള്ള രൂപമാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. അതിന്റെ അതിര് ഈ ഭൂമി അവസാനിക്കുന്ന കാലത്തോളം ഇങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് കരുതുന്നതിനേക്കാൾ വലിയ മഠയത്വം വേറെ എന്താണുള്ളത്? അങ്ങനെയൊന്നും അത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുമ്പോൾ, കേരളം എന്ന് പറയുമ്പോൾ, പുലാമന്തോൾ എന്ന് പറയുമ്പോൾ അതിന്റെ അതിരുകൾ മനസ്സിൽ വരുന്നതിനേക്കാൾ മുന്നേ വരേണ്ടത് അതിൽ ജീവിക്കണ മനുഷ്യരുടെ ജീവിതമാണ്. ആ ജീവിതത്തിന്റെ നന്മയും തിന്മയും ശരിയും തെറ്റും, അല്ലെങ്കിൽ എനിക്കറിയില്ല ശരിയും തെറ്റും, നമ്മളിതിനൊക്കെ മാർക്കിടാൻ ആരാണ്? അതിന്റെ സുഖദുഃഖങ്ങളും എല്ലാം ചേർന്ന മനുഷ്യരുടെ ജീവിതമാണ് യഥാർത്ഥത്തിൽ രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട കാര്യം. അതുകൊണ്ട് പുലാമന്തോൾ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറെ റോഡ് തന്നായോണ്ട് അത് നിലനിൽക്കില്ല. നമ്മളിങ്ങനെ കുറെ വിഡ്ഢിത്തരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ വേണ്ടത് തന്നെയാണ്, 4G 5G ആവേണ്ടത് തന്നെയാണ്, യാതൊരു സംശയമില്ല. നിങ്ങൾ നെറ്റ് തുറന്നാൽ അതിങ്ങനെ കറങ്ങാനൊന്നും പാടില്ല, അത് പെട്ടെന്ന് തന്നെ നല്ല സ്പീഡൊക്കെ ഉണ്ടാവണം, തർക്കമില്ല. പക്ഷെ നിങ്ങൾക്കൊരു നാട് ആസ് എ സൊസൈറ്റി നിലനിൽക്കണമെങ്കിൽ ഒരു പബ്ലിക് റീസൺ ഉണ്ടായിരിക്കണം. എനിക്കും നിങ്ങൾക്കും പിന്തുടരാൻ പറ്റിയിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാവും, അത് പിന്നത്തെ ഒരു കാര്യമാണ്. പക്ഷെ പിന്തുടരാൻ പറ്റിയിട്ടുള്ള അതിന്റെ യഥാർത്ഥത്തിലുള്ള വാക്കതാണ്, ഒരു പബ്ലിക് റീസൺ ഉണ്ടാവണം. ഇന്ത്യ ഉണ്ടാവണമെങ്കിൽ പിന്നെ പാർലമെന്റ് ഉണ്ടായതുകൊണ്ടൊന്നും ഇന്ത്യ ഉണ്ടാവില്ല കേട്ടോ. സുപ്രീം കോടതി ഉണ്ടായത് കൊണ്ട് ഇന്ത്യ ഉണ്ടാവില്ല. പിന്നെ ഇന്ത്യ ഉണ്ടാവാൻ ഒരു പബ്ലിക് റീസൺ ഉണ്ടാവണം, പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവണം. ആ കാര്യങ്ങൾ ആധുനികമായിട്ടുള്ള ആശയങ്ങളാണ്. ജനാധിപത്യം, തുല്യത, നീതി, സെക്യുലറിസം, ഫെഡറലിസം തുടങ്ങിയിട്ടുള്ള ആധുനികമായിട്ടുള്ള ആശയങ്ങളാണ്. ഈ ആശയങ്ങൾ തുരുമ്പെടുത്ത് പോയാല്, അഥവാ ഈ ആശയങ്ങള് ഗൗരവപ്പെട്ട ആശയങ്ങളല്ല എന്ന് നമ്മൾ കരുതിയാല് ഈ പബ്ലിക് റീസൺ തുരുമ്പെടുത്ത് പോയി എന്നുള്ളതാണ് അർത്ഥം. അത് ദുർബലമായി എന്നാണ് അർത്ഥം. അത് ദുർബലമായാൽ നാട് ദുർബലമായി എന്നാണ് അർത്ഥം. ഒരു ഭാഗത്ത് നിങ്ങളുടെ പാത, റോഡ് 4 വരി 6 വരിയായി കാണുന്ന അതേ സന്ദർഭത്തിൽ അകത്ത് ചിലത് ദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ ചിലത് ഈ നാടിനെ സൃഷ്ടിച്ചിട്ടുള്ള ചിലതാണ്. വീണ്ടും ഞാൻ പറയാട്ടോ, ഇന്ത്യയെ ഉണ്ടാക്കിയത് റോഡുകളല്ല, ഇന്ത്യയെ ഉണ്ടാക്കിയത് ഈ ആശയങ്ങളാണ്. ഈ ആശയത്തിന്റെ മുകളിലാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അകത്തത് ദ്രവിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ കാലത്തിന്റെ ഈ സാങ്കേതിക വിദ്യ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതൊന്നും ഒരു കാര്യമുള്ളതല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. MT വാസുദേവൻ നായർ മരിച്ചപ്പോ കഴിഞ്ഞ 2 ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ സംഭാവനകളും അതൊക്കെ ഒരു ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറുഭാഗത്ത് ഇതെല്ലാം പറയുന്ന അതേ ധീരതയോടുകൂടി ഇയാളൊരു കൊള്ളരുതാത്തവനാണ് എന്ന പ്രചരണവും നടക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ കാണണം, അല്ലെ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇനി ഒരു 10-25 കൊല്ലം മുന്നേ നിങ്ങൾക്കത് സങ്കല്പിക്കാൻ കഴിയില്ല. MT യെ പോലൊരു ഒരാളെയും പാടില്ല.
MT പോലൊരു മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹത്തിന്റെ നോവലുകൾ ഞാൻ സത്യസന്ധമായിട്ട് എന്റെ ഒരു ധാരണ പറയാട്ടോ, MT നോവലുകളെക്കാൾ മികച്ച നോവലുകൾ മലയാളത്തിലുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. MT സിനിമകളെക്കാൾ മികച്ച സിനിമകൾ മലയാളത്തിലുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അത് സൃഷ്ടിച്ച ആളുകളുടെ മുകളിൽ MT മലയാളി പ്രതിഷ്ഠിച്ചു. എന്താ അതിന്റെ കാര്യം? MT മലയാളത്തിന്റെ ഒരു അംബാസഡർ ആയിരുന്നു എന്നുള്ളത്. അങ്ങനത്തെ അധികം ആൾക്കാരില്ല. MT വിമർശനത്തിന് അതീതനായിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷേ ഈ MT മലയാള സ്വത്വബോധത്തിന്റെ ഒരു പ്രതിനിധിയായിരുന്നു. പ്രാതിനിധ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനത്തെ അധികം ആൾക്കാരില്ല, നമ്മുടെ ഇടയിലില്ല. വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ആ ചുരുക്കം ആൾക്കാരിലെ ഏറ്റവും തലപ്പൊക്കമുള്ള മനുഷ്യനായിരുന്നു MT. അതാണ് അദ്ദേഹത്തിന്റെ ഈ നമ്മുടെ കാലത്തെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ആ MT ആണ് മരിച്ചു കിടക്കുന്നത്. എന്തെല്ലാമാണ് പറയുന്നത്, നിങ്ങൾ ആലോചിച്ചു. ഞാനിപ്പോ അത് എന്തൊക്കെയെന്ന് പറയല്ല. ഒരു ഭാഗത്ത് അതിന്റെ കാര്യം ഇതാണ്, ഈ ആധുനികമായ ആശയങ്ങളെ ദുർബലമാക്കാനുള്ള, അതുവഴി നമ്മുടെ പബ്ലിക് റീസണെ ഇല്ലാതെയാക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പരിശ്രമങ്ങൾ അത്രയും നടക്കുന്നത് കൾച്ചറിന്റെ മേഖലയിലാണ്. അതുകൊണ്ട് യുദ്ധം നടക്കുന്നത് സാംസ്കാരിക ഭൂമിയിലാണ് എന്നർത്ഥം. അതിന്റെ റിസൾട്ട് പൊളിറ്റിക്സിലാവും, അതിന് സംശയമൊന്നുമില്ല. റിസൾട്ട് പൊളിറ്റിക്സിലാണ്, രാഷ്ട്രീയത്തിലാണ്. പക്ഷേ ഈ യുദ്ധം നടക്കുന്ന ഭൂമി കൾച്ചറാണ്. ഇത് വളരെ വൈരുദ്ധ്യം നിറഞ്ഞൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാം. ഇവിടെ വെട്ടുന്ന അംഗത്തിന് അവിടെ ജയമോ പരാജയമോ തീരുമാനിക്കപ്പെടുന്ന അതിവിചിത്രമായിട്ടുള്ള ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു സംഗമിക്കാവുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, എല്ലാ തലമുറകൾക്കും സംഗമിക്കാവുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടല്ലോ, വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങളെല്ലാം ഉള്ളവർക്കും സംഗമിക്കാവുന്ന ഈ ആധുനിക ആശയങ്ങളെ സംബന്ധിച്ച ഒരു പോയിന്റ് ഉണ്ടല്ലോ. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ആ പോയിന്റ് എന്താണ് എന്ന് കണ്ടെത്തുക എന്നതാണ് ഈ കാലത്തെ ഒരു ലൈബ്രറിയുടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, പ്രവർത്തനത്തിലെ വെല്ലുവിളി എന്ന് ഞാൻ കരുതുന്നു. അത്തരമൊരു വെല്ലുവിളി സൈദാലിയെ പോലെയുള്ള സ്വന്തം ജീവിതം കൊണ്ട് ഒരു നാടിന്റെ അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ സ്വപ്നങ്ങളെ ആകെ ഒന്ന് ആലോചിച്ച് നോക്കൂ. രക്തം കൊണ്ട് ജീവൻ കൊണ്ട് ഒരു നാടിന്റെ മുന്നോട്ടേക്കുള്ള യാത്രയെ, അതിന്റെ ചക്രങ്ങൾ ഇങ്ങനെ ചവിട്ടി തിരിക്കുക എന്നൊക്കെ പറഞ്ഞാല് വളരെ വളരെ അപൂർവം മനുഷ്യർക്ക് മാത്രം സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ സാധിച്ച ഇക്കാലത്തും യുവാവായിരിക്കുന്ന ഒരാളുടെ ഒരു അതിഗംഭീരന്റെ പേരിലുള്ള ഒരു ലൈബ്രറി കേവലമായിട്ടുള്ള പുറമേക്ക് മാത്രമുള്ള നേട്ടങ്ങളിൽ അഭിരമിക്കാതെ, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറയല്ല, പക്ഷെ അങ്ങനെ പെടാൻ സാധ്യതയുള്ള ഒരു ചതിക്കുഴിയെ പറ്റി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ അഭിരമിക്കാതെ ഞാൻ ഈ പറഞ്ഞ തലമുറകളുടെ സംഗമ ബിന്ദുവെ, അഥവാ ഈ വ്യത്യസ്ത ആശയങ്ങൾക്ക് സമ്മേളിക്കാവുന്ന സംസ്കാരത്തിന്റെ ഈ ആധുനിക ആശയങ്ങളുടെ ഒരു സംഗമ ബിന്ദുവിനെ കണ്ടെത്താനും എല്ലാ ഈ കാര്യങ്ങളെയും അതിലേക്ക് ആകർഷിക്കാനും കഴിയുന്ന ഒരു പ്രവർത്തനങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.